നമസ്കാരം എല്ലാവർക്കും. മുസ്ലിം സഹോദരന്മാർക്ക് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാർ BJP-കാരനെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ പദവി വഹിക്കുന്ന ആളാണ്. അദ്ദേഹം വഹിക്കുന്ന പദവി എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് വേണ്ടി വന്നാൽ അവിടെ ഒരു രാഷ്ട്രപതിയുടെ ഭരണം കൊണ്ടുവരാൻ വേണ്ടി, അതായത് പട്ടാള ഭരണം കൊണ്ടുവരാൻ പോലും പ്രഖ്യാപനം നടത്താനോ പറയാനോ അതിന് അവകാശപ്പെട്ടൊരു പദവി വഹിക്കുന്ന ആളാണ് അത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളെ കേരളത്തിലത്തെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളും കൂടിയാണ്. പല രൂപത്തിലും അവർ വർഗീയപരമായ കാര്യങ്ങളൊന്നും സംശയിക്കാറില്ല. എന്നിരുന്നാലും അദ്ദേഹം വഹിക്കുന്ന ആ പദവി ഉള്ളിരിക്കെ തന്നെ സംസാരിക്കുമ്പോൾ അതിന് കുറച്ച് പ്രസക്തി കൂടുന്നു. കാരണം ഒരു പദവി ഇല്ലാത്ത സന്ദർഭത്തിൽ സംസാരിക്കുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ പാർട്ടിയായിട്ടോ മറ്റേതെങ്കിലും മതങ്ങളായിട്ടോ അങ്ങനെയൊക്കെ കാണും. ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു പദവിയിലിരിക്കുന്ന സന്ദർഭത്തിൽ ആൾ സംസാരിക്കുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ പ്രഖ്യാപനം പോലെയായിട്ട് അത് കാണുള്ളൂ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ പ്രഖ്യാപനം പോലെയായിട്ട് മാത്രമേ അത് കാണാൻ പറ്റൂ. അങ്ങനെയാണ് ജനങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാറ്. അപ്പോൾ ഒരു പദവിയിലിരിക്കുന്ന ആൾ മറ്റേതോ ഒരു സമുദായത്തിൻ്റെ ഒരു സദസ്സിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ സമുദായം ഇപ്പോൾ വളർച്ച കുറവാണെന്നും മുസ്ലിം സമുദായം വളർന്നുകൊണ്ട് പോകുന്നതൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ സദസ്സിലേക്ക് അദ്ദേഹം ക്ഷണിച്ചത് തന്നെ ഇത് പറയാനായിരിക്കില്ല എന്ന് ചിലപ്പോൾ നമ്മളെ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും ഒരു സദസ്സ് ഉണ്ടാക്കാറുണ്ട്. മുസ്ലിങ്ങൾ ജാസ്തിയുണ്ടോ, ക്രിസ്ത്യാനി ജാസ്തിയുണ്ടോ, ഹിന്ദുക്കൾ ജാസ്തിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു സദസ്സ് ഉണ്ടാക്കാറുണ്ട്. അതന്വേഷിക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും ഇല്ല. അങ്ങനെ ഇല്ല. അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അവരവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് മാത്രം ചിലപ്പോൾ അതിനെപ്പറ്റി അവരെ ഭവനത്തിലോ അല്ലെങ്കിൽ അവരുടെ സംഘടനയിലോ അല്ലെങ്കിൽ അവരെ ദേവാലയത്തിലോ അല്ലെങ്കിൽ അതുമായിട്ട് ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ മാത്രമേ സംസാരിക്കും, അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ പബ്ലിക്കായിട്ട് ഒരു സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിനെ വിളിക്കുമ്പോൾ അവിടെ ആരും അങ്ങനെ ചിന്തിക്കുന്നത് വിളിക്കാറില്ല. പക്ഷേ ഈ ബഹുമാനപ്പെട്ട നമ്മളെ ശ്രീധരൻപിള്ള സാറിൻ്റെ നമ്മൾ കാണുന്ന മുഖവും ശരീരവും വേറെ ഒന്നൊന്നും ഹൃദയത്തിൻ്റെ അകത്ത് മറ്റൊന്നും ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഇങ്ങനത്തെ പ്രസ്താവനകൾ കാണും. ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാൽ, ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് ഒരാൾ വിളിച്ചാൽ നമ്മൾ സംസാരിക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളെ പറ്റിയാണ്. അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് കടന്ന് സംസാരിക്കുന്നെങ്കിൽ നമ്മളെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, മതപരമായി ജനങ്ങളെല്ലാവരും ഒന്നിച്ച് ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മളെ ഭരണഘടനയൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയല്ലേ. അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഏത് വിഭാഗത്തിൽ ആളുകൾക്കും അങ്ങനത്തെ സദസ്സ് നടക്കും. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, എല്ലാ മതവിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് തോളോട് ഒരുമിച്ച് നമ്മളെ രാജ്യത്തിൻ്റെ ഭദ്രത കാത്ത് ജീവിക്കണം, നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കണം. ഏകോദര സഹോദരങ്ങളെ പോലെ ആരും കലാപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, വിദ്വേഷങ്ങൾ പറയാൻ പാടില്ല, അപ്പുറപ്പുറം കണ്ടുപറയുമ്പോൾ പറയാൻ പാടില്ല, വിഭാഗീയത സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനത്തെ ഒരാൾ പറയുമ്പോഴത്തേക്കും അത് അങ്ങനത്തെ സദസ്സൊക്കെ പറയുമ്പോൾ അത് ആ സദസ്സിനും ആ ക്ഷണിച്ചവർക്കും ആ ആൾ വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന ആ സദസ്സിലേക്ക് കൊണ്ടുവന്ന ആ സംഘടനക്കൊക്കെ എന്താ വെച്ചെങ്കിൽ മറ്റുള്ള സമുദായത്തിനും ഒരു മനസ്സിനൊരു ഇതായി എന്താ വെച്ചെങ്കിൽ അവർ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ സദസ്സിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, നല്ല സ്നേഹ സൗഹാർദ്ദം പോകണമെന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ആ വിളിച്ച ആളുകൾക്കും വന്ന് ശ്രീധരൻപിള്ള പോലത്തെ ആളുകൾക്കും അതൊരു വലിയൊരു മുതൽ കൂട്ടുവാന്ന് അതിനൊരു വലിയ നിലയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളത്? ഒരു സമുദായത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും നോക്കാൻ വേണ്ടി നടക്കുന്നതിൻ്റെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ RSSകാരും BJP-കാരെല്ലാം പറയുന്ന മാതിരി ചിന്ത അങ്ങനെ തന്നെ ആണോ എന്ന് നമുക്ക് സംശയിച്ചു പോകുന്നില്ലേ ഈ ശ്രീധരൻപിള്ള സാറിൻ്റെ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ? അപ്പോൾ നിങ്ങളെപ്പോലത്തെ ബഹുമാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയല്ല എന്ന്. കാരണം നിങ്ങളെ ഉപദേശിക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ലെങ്കിലും എന്നാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നതിന് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. കാരണം നിങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്
ഈ നാടിന് ശാന്തിയും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകനായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളെപ്പോലത്തെ ആളുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മനസ്സിൻ്റെ അകത്തൊരു വിഷമമുണ്ട്. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലും നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത് ഇന്നതൊക്കെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിച്ചു പോകുന്നില്ലേ. ഇത് മുസ്ലിങ്ങളുടെ വളരുന്നതിനെ പറ്റിയിട്ട് ഒരു ആശങ്ക ശ്രീധരൻ പിള്ള സാർക്ക് ഉണ്ട് എന്നാണല്ലോ ആ സദസ്സിൽ അങ്ങനെ അവതരിപ്പിക്കും ചിന്തിക്കാറുണ്ട്. അപ്പം അതൊക്കെ പറ്റിയ സ്ഥലമല്ലാത്ത രൂപമൊന്നും സാഹചര്യം ഒന്നുമല്ല. പ്രത്യേകിച്ചിട്ട് ഇന്നിപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ ഇങ്ങനത്തെയൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട സാറെന്ന് നമുക്ക് പറയാൻ ആശയമുണ്ട്. പിന്നെ മുസ്ലിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടും കുറച്ചൊക്കെ ലോകത്തുനിന്ന് കൊന്നു തീർക്കാനൊക്കെ പ്രവർത്തിക്കുന്ന സാധനം ഇവിടെയാണ് ഇപ്പോൾ. ഏതായാലും അതിൽ ആരും ആശങ്കപ്പെടുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പറയില്ല. മുസ്ലിങ്ങൾ വളരുന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് പ്രയോജനമില്ല. കാരണം വെച്ചെങ്കിൽ മുസ്ലിങ്ങൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് പ്രവാചകൻ പറയുമ്പോൾ 4 പേരിൽ എണ്ണുന്ന ആൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആ പ്രവാചകൻ കൊണ്ടുവന്ന മതത്തിൻ്റെ വിശ്വാസങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടി എല്ലാവരും ആ പ്രവാചകൻ്റെ വിശ്വാസത്തിലേക്ക് കയറിയിട്ട് വന്നിട്ട് ആ ജനത ഇന്നിപ്പം 200-250 കോടി ജനങ്ങളുമുണ്ട്. അപ്പം അന്നും കൊല്ലുന്ന ആളും എതിർക്കുന്ന ആളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ എന്നിട്ട് ഈ സമുദായത്തിനെ ആറ്റി നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. അത് ഈ സന്ദർഭത്തിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ശ്രീധരൻ സാറിനെ പോലത്തെ ആളുകളൊക്കെ പറയും. നമുക്കങ്ങനെ പറയേണ്ടി വരുന്നു. കാരണം വെച്ചെങ്കിൽ അങ്ങനെ കൊന്നിച്ചിട്ട് തീർക്കാൻ പറ്റുമെന്നൊക്കെയാൽ നടക്കില്ല. അതങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം എങ്ങനെയാണെങ്കിലും ഇപ്പം നമ്മുടെ പലസ്തീനിലൊക്കെ ഇപ്പോൾ എത്ര എണ്ണത്തിന് കൊന്നു, എൻ്റെ ആരും കൊല്ലുന്നുണ്ട് എല്ലാവർക്കും ബാക്കിലോട്ട് പോയാൽ അത് പോയി ചെയ്യില്ല. അങ്ങനെയുണ്ട് പ്രശ്നം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ബഹുമാനപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ അതിനെ വളരെ കൂടുതൽ ബഹുമാനിച്ചിട്ടാണ് നിങ്ങളൊക്കെ കാണുന്നപ്പോൾ നിങ്ങൾ അങ്ങനെ പറയരുത്. ആ പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ സ്നേഹ സൗഹാർദ്ദം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് നല്ല ആളുകൾ തുറന്നു പോയിക്കോളും. പക്ഷെ നിങ്ങളെങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ കാരണം. അത് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭാവിയിലും കൂടെ അതേപ്പറ്റി ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്. നമ്മുടെ രാജ്യത്തിന് ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കൂടി ജയ് ഭാരത്, ജയ് ഹിന്ദ്.